ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുസ്തക വീട്ടിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ചെറുപ്പം മുതലേ കേട്ടുശീലിച്ച പേരാണ് ആൻ ഫ്രാങ്കിൻ്റേത്. എന്നാൽ ആരാണ് യഥാർത്ഥത്തിൽ ആൻ ഫ്രാങ്ക്? എന്താണ് അവളുടെ ജീവിതത്തിൽ സംഭവിച്ചത്? ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. 1929 ജൂൺ 12 ജർമ്മനിയിലാണ് ആൻ ഫ്രാങ്ക് ജനിച്ചത്. 1933 ആനിൻ്റെ കുടുംബം ഹോളണ്ടിലേക്ക് കുടിയേറിപ്പാർത്തു. ജർമ്മൻ പട്ടാളം പോളണ്ടിനെ ആക്രമിച്ചപ്പോൾ യഹൂദരായിരുന്ന ആൻ ഫ്രാങ്കും കുടുംബവും ഒരു ഒളിസങ്കേതത്തിൽ പാർത്തു. 1944 ഓഗസ്റ്റ് 4 നാസി പോലീസ് ഒളിത്താവളത്തിൽ മിന്നൽ പരിശോധന നടത്തിയപ്പോൾ ആനെയും കുടുംബത്തെയും കണ്ടെത്തുകയും കോൺസെൻട്രേഷൻ ക്യാമ്പിൽ തടവിലിടുകയും ചെയ്തു. നാസി പടയെ ഭയന്ന് കുടുംബത്തോടൊപ്പം ഒളിവിൽ താമസിച്ചപ്പോൾ ആൻ എഴുതിയ ഡയറി കുറിപ്പുകൾ പിന്നീട് പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഹിറ്റ്ലറുടെ ഭരണത്തിന് കീഴിൽ ജൂതർ അനുഭവിച്ച കഷ്ടപ്പാടുകൾ വരച്ചുകാട്ടുന്നവയായിരുന്നു ആനിൻ്റെ ഈ ഡയറി കുറിപ്പുകൾ. 1947 ആൻ ഫ്രാങ്കിൻ്റെ ഡയറി പ്രസിദ്ധീകരിച്ചു. 1945 മാർച്ചിൽ പോളണ്ടിന്റെ മോചനത്തിന് 2 മാസം മുൻപ് ബെർഗൻ ബെൽസൺ എന്ന കുപ്രസിദ്ധമായ തടവറയിൽ കിടന്ന് ടൈഫസ് പിടിപെട്ടാണ് ആൻ മരണത്തിന് കീഴടങ്ങുന്നത്. യുദ്ധത്തിന് ശേഷം ആംസ്റ്റർഡാമിലേക്ക് തിരികെ വന്നവരിൽ ഒരാളും ആൻ ഫ്രാങ്കിന്റെ അച്ഛനുമായ ഓട്ടോ ഫ്രാങ്കിനാണ് ഈ കുറിപ്പുകൾ കിട്ടിയത്. അദ്ദേഹത്തിന്റെ ശ്രമഫലമായാണ് 1947 ഈ കുറിപ്പുകൾ പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ഡച്ച് ഭാഷയിലായിരുന്നു ആദ്യം ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. പിന്നീട് ഡയറി ഓഫ് എ യങ് ഗേൾ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്കും വിവർത്തനം ചെയ്തു. അതിനുശേഷം 60ഓളം ഭാഷകളിൽ ആ കുറിപ്പുകൾ വിവർത്തനം ചെയ്യപ്പെടുകയുണ്ടായി. ആനിന്റെ പിതാവ് ഓട്ടോ ഫ്രാങ്ക് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. മാതാവ് എഡിത്ത് ഫ്രാങ്ക് ഒരു വീട്ടമ്മയും. മാർഗറ്റ് ഫ്രാങ്ക് ആയിരുന്നു ഏക സഹോദരി. 1933 ജർമ്മനിയിൽ നാസി പാർട്ടി ശക്തി പ്രാപിക്കുകയും ജൂതവിദ്വേഷം വ്യാപകമാവുകയും ചെയ്തതോടെ ഓട്ടോ ഫ്രാങ്കിന്റെ ബാങ്ക് നഷ്ടത്തിലായി. അക്രമങ്ങൾ സഹിക്കാൻ വയ്യാതായപ്പോൾ കുടുംബത്തോടൊപ്പം അവർ നെതർലൻഡ്സിലേക്ക് പോകേണ്ടതായി വന്നു. 1934 തന്റെ 5-ാം വയസ്സിൽ ആൻ ഫ്രാങ്ക് കുടുംബത്തോടൊപ്പം നെതർലൻഡിലെത്തി. 1933 മുതൽ 1939 വരെ ജർമ്മനിയിൽ നിന്നും പലായനം ചെയ്ത ഒരു കൂട്ടം ജൂത കുടുംബങ്ങളിൽ ഒന്നു മാത്രമായിരുന്നു ആൻ ഫ്രാങ്കിൻ്റേത്. ഓട്ടോ ഫ്രാങ്ക് ആംസ്റ്റർഡാമിൽ ഒരു ജാം നിർമ്മാണ കമ്പനി ആരംഭിച്ചു. 1940 മെയ് 10 ജർമ്മൻ പട്ടാളം നെതർലൻഡ്സിലെത്തുന്നതുവരെ ആ കൊച്ചു കുടുംബം സന്തോഷകരമായി ജീവിച്ചു പോന്നു. മാർഗറ്റ് ഗണിതത്തിൽ മികവ് പുലർത്തിയപ്പോൾ ആനിന്റെ താല്പര്യം സാഹിത്യത്തിലായിരുന്നു. നെതർലൻഡിലെ ജർമ്മൻ ഭരണകൂടം ജൂതന്മാർ വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നതിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ആനും മാർഗറ്റും ജൂതർക്കു മാത്രമുള്ള സ്കൂളിലേക്ക് മാറേണ്ടതായും വന്നു. അതിനിടെ 1942 ജൂൺ 12 അവളുടെ 13ാം ജന്മദിനത്തിൽ ഓട്ടോ ഫ്രാങ്ക് മകൾക്ക് ഒരു ഡയറി സമ്മാനിച്ചു. കിറ്റി എന്ന് ഓമന പേരിട്ട ഡയറിയിൽ 1942 ജൂൺ മുതൽ അവൾ എഴുതി തുടങ്ങി. പിൽക്കാലത്ത് ചരിത്രം കുറിച്ച ആ ഡയറി കുറിപ്പുകളിൽ ഒരു കൗമാരക്കാരിയുടെ സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഒളിത്താവളങ്ങളിൽ ജീവിതത്തിനും മരണത്തിനുമിടയിൽ കഴിയുന്ന ഒരു വംശത്തിന്റെ വേദനയുണ്ടായിരുന്നു. നിന്നോട് എല്ലാം തുറന്നു പറയാൻ കഴിയുമെന്നും നീ എനിക്ക് ആശ്വാസത്തിന്റെയും താങ്ങിന്റെയും ഉറവിടമായിരിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതായിരുന്നു ആൻ തന്റെ ഡയറിയിൽ ആദ്യം എഴുതിയ വാക്കുകൾ. 1942 ജൂലൈ 5 മാർഗറ്റ് ഫ്രാങ്കിന് ജർമ്മൻ ക്യാമ്പിൽ ഹാജരാകാനുള്ള അറിയിപ്പ് ലഭിച്ചു. മാർഗറ്റ് ജർമ്മനിയിലേക്ക് പോകാൻ തയ്യാറായില്ലെങ്കിൽ കുടുംബാംഗങ്ങളെല്ലാം തുറങ്കിലടയ്ക്കപ്പെടുമെന്നായിരുന്നു അറിയിപ്പ്. അപ്പോഴേക്കും ജർമ്മനിയിൽ ജൂതന്മാരുടെ സ്ഥിതി അത്യന്തം വഷളായിരുന്നു. അവർ 2ാം തരം പൗരന്മാരായി തരം താഴ്ത്തപ്പെട്ടിരുന്നു. ഗവൺമെന്റ് ഉദ്യോഗങ്ങൾ വഹിക്കുന്നതിനും സ്വന്തമായി വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നതിനും വിലക്ക് കർശനമാക്കപ്പെട്ടിരുന്നു. ജൂതവംശജരും അല്ലാത്തവരും തമ്മിലുള്ള വിവാഹബന്ധം പോലും നിഷിദ്ധമായിരുന്നു. ജർമ്മനിയിലേക്കുള്ള തിരിച്ചുപോക്ക് പ്രായോഗികമല്ലെന്ന് മനസ്സിലാക്കിയ ഓട്ടോ ഫ്രാങ്ക് ഉത്തരവ് ലഭിച്ച് അധികം വൈകാതെ കുടുംബത്തോടൊപ്പം നേരത്തെ തയ്യാറാക്കിയിരുന്ന ഒളിസങ്കേതത്തിലേക്ക് മാറി. കിലോമീറ്ററുകളോളം കാൽനടയായിരുന്നു യാത്ര. ഓട്ടോ ഫ്രാങ്ക് ജോലി ചെയ്യുന്ന ജാം നിർമ്മാണ കമ്പനിയുടെ മുകളിലാണ് ഒളിത്താവളം. തറനിരപ്പിന് താഴെ പ്രവേശന കവാടം ബുക്ക് ഷെൽഫ് കൊണ്ട് മറച്ച 2 ചെറിയ അറകൾ. ആനിന്റെയും കുടുംബ സുഹൃത്തായ ദന്ത ഡോക്ടറുടെയും കുടുംബങ്ങളടക്കം 8 പേരായിരുന്നു അന്തേവാസികൾ. ഒളിവിൽ കഴിയുന്നവരെ സഹായിക്കുന്നവർക്ക് വധശിക്ഷ നൽകുമെന്ന നിയമം നിലനിന്നപ്പോഴും ഓട്ടോ ഫ്രാങ്കിന്റെ ചില സുഹൃത്തുക്കളുടെ സഹായം അവർക്ക് ലഭിച്ചു. ഇക്കാലത്ത് സഹോദരി മാർഗരറ്റുമായും സഹവാസിയും കുടുംബ സുഹൃത്തുമായിരുന്ന ഫ്രിറ്റ്സുമായും ആൻ വളരെയേറെ അടുത്തു. മാർഗറ്റ് ചില രഹസ്യമാർഗങ്ങളിലൂടെ പഠനം തുടർന്നു. ഡയറി എഴുത്തും വായനയുമായിരുന്നു ആനിന്റെ അക്കാലത്തെ നേരം പോക്കുകൾ. ഡച്ച് പ്രവാസി ഗവൺമെന്റിലെ അംഗമായിരുന്ന ഗെറിറ്റ് ബോൾക്കസ്റ്റീൻ ഒരിക്കൽ ലണ്ടനിൽ നിന്ന് നടത്തിയ റേഡിയോ പ്രക്ഷേപണത്തിൽ ജർമ്മൻ അധീനതയിൽ തങ്ങൾ അനുഭവിക്കുന്ന യാതനകൾ കുറിച്ചുവെക്കാൻ തന്റെ നാട്ടുകാരോട് അഭ്യർത്ഥിച്ചു.
യുദ്ധാനന്തരം അത് പ്രസിദ്ധപ്പെടുത്തുമെന്നും ആ അറിയിപ്പിലുണ്ടായിരുന്നു. ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഒരു 13 വയസ്സുകാരി തന്റെ ചിന്തകൾ, വികാരങ്ങൾ, നിരീക്ഷണങ്ങൾ, വിശ്വാസങ്ങൾ എല്ലാം തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ കിറ്റി എന്ന പേരിട്ട ഡയറിയുമായി പങ്കിടാൻ ആരംഭിച്ചു. ആൻ ഡയറി എഴുതുന്നതിനോടൊപ്പം തന്നെ കഥകളും അനുഭവങ്ങളും എഴുതി സൂക്ഷിച്ചിരുന്നു. യുദ്ധത്തിനു ശേഷം അവ പ്രസിദ്ധീകരിക്കാനും ആൻ ആഗ്രഹിച്ചിരുന്നു. ആൻ എഴുതിയ കഥകൾ, ഓർമ്മക്കുറിപ്പുകൾ, ലേഖനങ്ങൾ എന്നിവ ഒളിത്താവളത്തിൽ നിന്നുള്ള കഥകൾ എന്ന പേരിൽ പുറത്തിറക്കി. 14 കഥകളും 16 ഓർമ്മക്കുറിപ്പുകളും ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. താഴെ ഓഫീസ് മുറിയിൽ ആദ്യത്തെ ജോലിക്കാരൻ എത്തും മുമ്പേ ഒളിയിടത്തിലുള്ളവർ സ്വന്തം ജോലികൾ അവസാനിപ്പിക്കും. പിന്നെ മുറികളിൽ നിന്ന് പുറത്തിറങ്ങുവാനോ ഉച്ചത്തിൽ സംസാരിക്കുവാനോ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. വരാനിരിക്കുന്ന വിപത്തുകളെക്കുറിച്ചുള്ള ഭീതി എല്ലാവരുടെയും മനസ്സിൽ വേരുറച്ചിരുന്നു. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ പോലും ഉലച്ചിൽ സംഭവിച്ച അക്കാലത്ത് തന്റെ ആത്മമിത്രമായ ഡയറി ആനിന് ആശ്വാസം പകർന്നു. മീപ്പും ഭർത്താവ് ഹെൻകുമാണ് ഒളിയിടത്തിലുള്ളവർക്ക് ഭക്ഷണ സാധനങ്ങളും പുറം ലോകത്തു നിന്നുള്ള വാർത്തകളും എത്തിച്ചത്. 3-ാമത്തെ നിലയിൽ വലതുവശത്തുള്ള വാതിലിലൂടെയാണ് ഒളിത്താവളത്തിൽ കടക്കുന്നത്. നിറം മങ്ങിയ ആ വാതിലിനപ്പുറം ഏറെ മുറികളുണ്ടെന്ന് ആർക്കും ഊഹിക്കാൻ കഴിയില്ല. വാതിലിനപ്പുറമുള്ള ചെറിയ മരഗോവണി കയറിയാൽ ഒളിത്താവളത്തിലെത്താം. സീക്രട്ട് അനക്സ് എന്നാണ് ആൻ ഈ താവളത്തിന് പേരിട്ടത്. പ്രവേശന കവാടത്തിന് നേരെ എതിർവശത്തായി കുത്തനെ മറ്റൊരു ഗോവണി. ഗോവണി കയറി ആദ്യമെത്തുന്നത് ഫ്രാങ്ക് കുടുംബത്തിന്റെ കിടപ്പുമുറിയിലാണ്. അടുത്തുള്ള ചെറിയ മുറിയിൽ ആനും മാർഗോട്ടും. വീണ്ടും ഗോവണി കയറിയാൽ കാണുന്നത് വിശാലമായൊരു മുറിയാണ്. ഒളിയിടത്തിന്റെ വാതിൽ ഒരു ബുക്ക് ഷെൽഫ് കൊണ്ട് മറച്ചിരുന്നു. അതിനു മുകളിൽ ഭിത്തിയിൽ ഒരു മാപ്പും തൂക്കി. വാതിലിനു സമീപം വലിയ പെട്ടികളും ചാക്കുകളും അടുക്കി വെച്ചു. ഉപയോഗമില്ലാത്ത മുറിയാണെന്ന് തോന്നലുണ്ടാക്കാനായിരുന്നു ഇത്. മുറിയുടെ ജനാലകൾ കറുത്ത കടലാസും കനത്ത കർട്ടനും കൊണ്ട് മറച്ചിരുന്നു. വായുസഞ്ചാരത്തിനായി ഒരു ജനാലയുടെ പാതി മാത്രം തുറന്നിട്ടു. ഓഫീസിന് പിന്നിലുള്ള ചെസ്റ്റ്നട്ട് മരം കെട്ടിടത്തെ പാതി മറച്ചിരുന്നു. മറ്റു പല ഒളിത്താവളങ്ങളെയും അപേക്ഷിച്ച് സൗകര്യപ്രദവും വിശാലവുമായിരുന്നു ഈ താവളം. 1944 ഓഗസ്റ്റ് 4-ാം തീയതി ജർമ്മൻ സെക്യൂരിറ്റി പോലീസിലെ സായുധ സൈനികർ ഡച്ചുകാരായ നാസികളുടെ സഹായത്തോടെ പ്രധാന ഓഫീസിൽ തിരച്ചിൽ നടത്തി. അവർ ഒളിത്താവളത്തിലേക്കുള്ള പ്രവേശന കവാടം എവിടെയെന്ന് പറയാൻ ക്രേലറെ നിർബന്ധിച്ചു. ഒടുവിൽ ക്ലേറർക്ക് അവരുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. ക്രേലറും കുഫ്ഹൂസും ഉൾപ്പെടെ ഒളിത്താവളത്തിലെ എല്ലാ അന്തേവാസികളെയും അറസ്റ്റ് ചെയ്യപ്പെട്ടു. അന്ന് തന്നെ അവരെയെല്ലാം ഗെസ്റ്റപ്പോ ആസ്ഥാനത്ത് ഹാജരാക്കി. ഒരു രാത്രി നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിനു ശേഷം ഓഗസ്റ്റ് 6-ാം തീയതി അവരെ ജയിലിലേക്ക് മാറ്റി. ഓഗസ്റ്റ് 8-ന് ഒരു പാസഞ്ചർ ട്രെയിനിൽ അവർ 8 പേരെയും വെസ്റ്റർബോർക്കിലേക്ക് അയച്ചു. ആഴ്ചയിലൊരിക്കൽ ജൂത തടവുകാരുമായി ജർമ്മനിയിലേക്ക് പോകുന്ന ഫ്രൈറ്റ് ട്രെയിനുകളിലൊന്നിൽ 1944 സെപ്റ്റംബർ 3-ന് കുത്തിനിറച്ച കന്നുകാലി വണ്ടിയിൽ കയറ്റി അവരെയെല്ലാം ജർമ്മൻ അധീനത്തിലുള്ള പോളണ്ടിലെ കുപ്രസിദ്ധമായ കൊലപാതക കേന്ദ്രമായ ഓഷിറ്റ്സിലേക്ക് കൊണ്ടുപോയി. 3 ദിവസത്തെ ദുരിതപൂർണമായ യാത്രയ്ക്കൊടുവിൽ 1019 തടവുകാരെയും വഹിച്ചുകൊണ്ടുള്ള തീവണ്ടി ലക്ഷ്യസ്ഥാനത്തെത്തി. മോചനത്തിന് ഏതാനും മാസങ്ങൾ മുമ്പ് വരെ ക്രേലറും കുഫൂസും ഡച്ച് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ഉണ്ടായിരുന്നു. ക്യാമ്പിൽ വെച്ച് സ്ത്രീകളെയും പുരുഷന്മാരെയും 2 സംഘങ്ങളായി വേർതിരിച്ചു. പ്രാഥമിക വൈദ്യ പരിശോധനയിൽ കഠിനമായ ജോലി ചെയ്യാൻ പ്രാപ്തരല്ലെന്ന് കണ്ടവരെ നേരിട്ട് ഗ്യാസ് ചാമ്പറുകളിലേക്ക് അയച്ചു. എഡിത്തും ആനും മാർഗറ്റും ഒരേ ബാരക്കിലായിരുന്നു. വൈദ്യപരിശോധനകൾക്ക് ശേഷം തലമുണ്ടനം ചെയ്ത് കയ്യിൽ തിരിച്ചറിയാനുള്ള നമ്പർ പച്ചകുത്തി ആനിനെ അടിമപ്പണിക്ക് നിയോഗിച്ചു. 15 വയസ്സും 3 മാസവും മാത്രം പ്രായമുണ്ടായിരുന്ന ആ പെൺകുട്ടി അസാമാന്യ ധൈര്യവും ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചിരുന്നതായി പിൽക്കാലത്ത് പല സഹതടവുകാരും പറഞ്ഞിട്ടുണ്ട്. താങ്ങാനാവാത്ത അധ്വാനം മൂലം മാർഗറ്റും ആനും അസുഖബാധിതരായി. ഭക്ഷണവും വസ്ത്രവും മരുന്നുകളുമായിരുന്നു കോൺസെൻട്രേഷൻ ക്യാമ്പിലെ ഏറ്റവും പ്രധാന പ്രശ്നം. സ്കാബിസ് എന്ന ത്വക്ക് രോഗം പിടിപെട്ട ആനിനെയും മാർഗോട്ടിനെയും ബെർഗൻ ബെൽസൺ ക്യാമ്പിലേക്ക് മാറ്റി. അങ്ങനെ 1944 ഒക്ടോബർ 28-ന് അമ്മയും മക്കളും വേർപിരിഞ്ഞു. 1945 ജനുവരി 6-ന് ഈഡിത്ത് ഫ്രാങ്ക് ലോകത്തോട് വിട പറഞ്ഞു. പട്ടിണിയായിരുന്നു മരണകാരണം. അമ്മയുടെ മരണത്തിന് 2 മാസം മുമ്പാണ് ജർമ്മനിയിലെ ബെൽഗൻ ബെൽസണിലേക്ക് മാർഗോട്ടിനെയും ആനിനെയും കൊണ്ടുപോകുന്നത്. ലേബർ ക്യാമ്പിൽ വെച്ച് രോഗബാധിതരാകുന്നവരെ പാർപ്പിക്കാനുള്ളതായിരുന്നു ബെർഗൻ ബെൽസൺ ക്യാമ്പ്. ടൈഫസ് രോഗം പിടിപെട്ട ആനും മാർഗോട്ടും ഒരേ മുറിയിലാണ് കഴിഞ്ഞിരുന്നത്. അനാരോഗ്യകരമായ ചുറ്റുപാടുകളും തിക്കും തിരക്കും പകർച്ചവ്യാധികൾ പകർന്നു പിടിക്കാൻ കാരണമായി. വൈകാതെ മാർഗോട്ടിന് രോഗം മൂർച്ഛിച്ചു. ഒരു ദിവസം ആൻ ഫ്രാങ്കിന്റെ ബെർത്തിന് തൊട്ടുമുകളിൽ കിടക്കുകയായിരുന്നു മാർഗോട്ട്. എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിനിടെ മാർഗോട്ട് പെട്ടെന്ന് കുഴഞ്ഞു വീണു. അവിടെ കിടന്ന് തന്നെ പിടഞ്ഞു മരിക്കുകയും ചെയ്തു. സഹോദരിയുടെ മരണം കൺമുന്നിൽ കണ്ടതോടെ ആൻ അതുവരെ കാത്തു സൂക്ഷിച്ച മനസാന്നിധ്യവും ധൈര്യവുമെല്ലാം ചോർന്നു പോകുകയും അവൾ മാനസികമായി തകരുകയും ചെയ്തു. ഏതാനും ദിവസങ്ങൾക്കു ശേഷം മാർച്ച് മാസത്തിലെ ആദ്യ ആഴ്ചയിൽ ആൻ ഫ്രാങ്ക് മരണമടഞ്ഞു. 1945 ഏപ്രിൽ 15-ന്
അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സഖ്യസേന ബെർഗൻ ബെൽസൻഗെയിം സ്വതന്ത്രമാക്കപ്പെടുന്നതിന് ഏതാനും ദിവസം മുൻപായിരുന്നു ഇവരുടെ മരണം. ആൻ ഫ്രാങ്കിനെ പറ്റി 1959 ഒരു സിനിമയും പുറത്തിറങ്ങിയിട്ടുണ്ട്. ദ ഡയറി ഓഫ് ആൻ ഫ്രാങ്ക് എന്നായിരുന്നു സിനിമയുടെ പേര്. അങ്ങനെ പലവിധം ദുരിതപൂർണമായ അനുഭവങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങിയ വ്യക്തിത്വമായിരുന്നു ആൻ ഫ്രാങ്കിൻ്റേത്. ഹിറ്റ്ലറുടെയും ജാതിവിദ്വേഷത്തിന്റെയും രണ്ടാം ലോക മഹായുദ്ധത്തിന്റെയും എല്ലാം ഒരു പ്രതീകമായി ആൻ ഫ്രാങ്ക് നമുക്കിടയിൽ ഇന്നും നിലകൊള്ളുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും.